എല്ലാവർക്കും നമസ്കാരം. ശക്തമായ ഒരു വിഷയമാണ് ഇന്ന് നമ്മുടെ സാഹിതിയിൽ നമ്മളേവരും സാക്ഷ്യം വഹിക്കുവാനായിട്ട് പോകുന്നത്. എല്ലാവരും ആകാംക്ഷയോടുകൂടി തന്നെ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ എന്നും ജനാധിപത്യ മൂല്യങ്ങൾ ശക്തിപ്പെടുത്തുവാനായിട്ട് നിതാന്തമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഭവം തന്നെയാണ്. തീർച്ചയായിട്ടും ജനാധിപത്യം, സ്വാതന്ത്ര്യം, പൗരാവകാശങ്ങൾ എന്നീ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനായിട്ട് എന്നും പത്രപ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏറ്റവും മുൻപന്തിയിൽ തന്നെ നിന്നിട്ടുണ്ട്. അവരുടെ പഴയകാല പത്രപ്രവർത്തകർ അതിനു വേണ്ടി ത്യാഗോദരമായിട്ടുള്ള സേവനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. എന്നാൽ ഇന്നത്തെ പത്രപ്രവർത്തനം അങ്ങനെയാണോ, അല്ലെങ്കിൽ അതിനെന്തൊക്കെ ഉയർച്ചതി സംഭവിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് ഇന്നിവിടെ ഒരു സംവാദത്തിലേക്ക് നമ്മൾ കാത്തിരിക്കുന്നത്. മഴ പെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട്, മഴ, ജോൺസൺ മാഷിന്റെ പാട്ട്, കട്ടൻ കാപ്പി, ഇതൊക്കെ ഒരു ഗൃഹാതുരത്വം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പത്രം വായന എന്ന് പറയുന്നത്. ഏതൊരു മലയാളിയെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും അധികം ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, പ്രഭാതങ്ങളെ ചൂടുപിടിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് പത്രവായന എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു സമയത്തിൽ പത്രവായന നമുക്ക് എത്രത്തോളം സന്തോഷം നൽകുന്നു എന്നുള്ളത്, അത് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഒരു അധ്യാപിക എന്ന നിലയിൽ +2 തലം വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പത്രവായന എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് കൊടുക്കുന്ന മാർഗനിർദ്ദേശങ്ങളിൽ ഒന്ന് തന്നെയാണ്. പക്ഷെ പലപ്പോഴും കഴിഞ്ഞ കുറെ മാസങ്ങളായി പത്രം വായിക്കാൻ അവരെ നിർബന്ധിക്കുമ്പോൾ, പത്രം തുറക്കുമ്പോൾ അവരെന്താണ് കാണുന്നത്, എന്താണ് വായിക്കുന്നത് എന്നുള്ളത് തികച്ചും മലീമസമായ കുറച്ച് കാര്യങ്ങൾ കൂടി അവരെ ചിന്തിക്കേണ്ടി വരുന്ന രീതിയിലേക്ക് പത്രപ്രവർത്തനം ചില സമയത്തോ എങ്കിലും താഴ്ന്നു പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമായിട്ടാണ് എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവപ്പെടുന്നത്. ഏതായാലും നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ അതേപറ്റി കൂടുതലായി നമ്മളോട് സംസാരിക്കും. അതിനുവേണ്ടി നമുക്ക് കാതോർക്കാം. ആദ്യമായി ഇവിടെ നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി ഡോക്ടർ എം വി നാരായണൻ സാറാണ്. അദ്ദേഹം കാലടി കലാമണ്ഡലം സർവകലാശാലകളുടെ വൈസ് ചാൻസലർ ആയി വിരമിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇംഗ്ലീഷ് വിഭാഗം ഹെഡായിരുന്നു. അതുപോലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബിരുദാനന്തര ബിരുദം നേടിയ അദ്ദേഹം UK നിന്നും ഇംഗ്ലീഷിൽ PhD നേടിയിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിൽ കുറേയധികം നാൾ ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ കേരള സാഹിത്യ അക്കാദമിയുടെ കുറ്റിപ്പുഴ എൻഡോവ്മെന്റ് ലിറ്റററി അവാർഡ്, അതുപോലെ KP മേനോൻ അവാർഡ് എന്നിവ നേടിയിട്ടുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 60-ലധികം ലേഖനങ്ങളും 7 ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിന്റെ സംഭാവനയായിട്ടുണ്ട്. ദേശീയ അന്തർദേശീയ തലത്തിൽ 200-ലധികം പേപ്പറുകളും അദ്ദേഹം സംഭരിച്ചിട്ടുണ്ട്. ഇത്രയും പ്രഗത്ഭനായ ഒരു വ്യക്തി ഇവിടെ എത്തിയത് നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി കരുതുന്നു. അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി MV സുരേന്ദ്രൻ സാറാണ്. അദ്ദേഹം എഴുത്തുകാരൻ, പത്രപ്രവർത്തകൻ, അതേപോലെ തന്നെ കൂടാതെ കലാഭരണത്തിനും അദ്ദേഹം തൽപരനാണ്. സാഹിത്യത്തിന്റെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അതേപോലെ അദ്ദേഹം ഒരു അധ്യാപകനാണ്. 1981 അദ്ദേഹം മാതൃഭൂമിയിൽ ജോയിൻ ചെയ്തു. 2013 മുതൽ മാതൃഭൂമി ന്യൂസ് ചാനൽ ഹെഡ് ഓഫ് പ്രോഗ്രാം ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു വന്നു. അങ്ങനെ തന്നെ ആ ഒരു പോസ്റ്റിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം വിരമിക്കുന്നത്. അതുപോലെ തന്നെ സ്പോർട്സ് ലേഖകനായി പ്രശസ്തി ആർജിച്ച അദ്ദേഹം റെഡ് സോൺ, സെക്കൻഡ് ഹാഫ് എന്നീ കൃതികൾ രചിച്ചിട്ടുണ്ട്. കൂടാതെ നടന ജീവിതം, നില, അതേപോലെ തന്നെ പെരിയാർ എന്നീ കൃതികളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. കേസരി പുരസ്കാരം, BKN പുരസ്കാരം, നിലാദേവി അവാർഡ്, CH മുഹമ്മദ് കോയ പത്രപ്രവർത്തന പുരസ്കാരം എന്നിങ്ങനെ നിരവധിയായ അവാർഡുകൾക്കും അദ്ദേഹം അർഹനായിട്ടുണ്ട്. അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ രഘുനാഥൻ സാറാണ്. രഘുനാഥൻ സാറ് നമ്മുടെ സ്വന്തമാണ്. സാറിന്റെ പ്രത്യേകമായിട്ട് ഇവിടെ ആർക്കും തന്നെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. കാര്യം മുഖവരി ആവശ്യമില്ലാത്ത നമ്മുടെ സന്തത സഹചാരിയായിട്ടുള്ള ഒരു മികച്ച വ്യക്തിത്വമാണ് രഘുനാഥൻ സാർ. അദ്ദേഹം തൃശ്ശൂരിന്റെ സാഹിത്യ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിഭയാണ്. അതുപോലെ തന്നെ ചെറൂരിന്റെയും നമ്മുടെ സാഹിത്യ ലിറ്റററി ഫോറത്തിന്റെയും അഭിമാനം കൂടിയാണ്, സ്വകാര്യ അഹങ്കാരം കൂടിയാണ്
സാറെന്ന് ആണ് എനിക്കിവിടെ പറയാനുള്ളത്. അതുപോലെ അദ്ദേഹം മാതൃഭൂമിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ഉറൂബ് നോവൽ അവാർഡ്, അതുപോലെ ഇടശ്ശേരി പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരങ്ങൾ, അകം സാംസ്കാരിക വേദി സാക്ഷ്യപത്രം, അങ്ങനെ ഒരു ഒട്ടനവധി അംഗീകാരങ്ങൾ, അത് പറയാനാണെങ്കിൽ കുറെ ഉണ്ട്. അപ്പോൾ ഒരു ഒട്ടനവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ പുസ്തകങ്ങളും നിരവധിയായ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത്തർ സാഹിബ്, അതുപോലെ 2 ഭാര്യമാർ, സഖാവ് ഡ്രാക്കുള, പിന്നെ അതുപോലെ പാതിര വൻകര, അതിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ സാഹിത്യത്തിന്റെ ഏതാണ്ട് ഒരു സമസ്ത മേഖലയിലും എന്ന് പറയാവുന്നത് പോലെ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം കഥാസമാഹാരം, നോവലെറ്റുകൾ, അതുപോലെ തന്നെ ഹാസ്യ സാഹിത്യം, ജീവചരിത്രം തുടങ്ങി എല്ലാ മേഖലകളിൽ തന്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു പ്രതിഭ കൂടിയാണ്. രഘുനാഥൻ സാറിനെ ഏറെ സന്തോഷത്തോടെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമുക്ക് ഏവർക്കും സുപരിചിതനായിട്ടുള്ള സാഹിതിയുടെ സജീവ സാന്നിധ്യം, സാഹിതിയുടെ ഊർജമായിട്ടുള്ള മോഹൻദാസ് പറപ്പുറത്ത് സാറാണ്. സാറിനെ പറ്റിയും ഇതേപോലെ നമുക്ക് ഒരു പരിചയപ്പെടുത്തൽ എന്ന് പറയുന്നത് ശരിക്കും ആവശ്യമില്ലാത്ത കാര്യമാണ്. കാര്യം എപ്പോഴും അദ്ദേഹം നമ്മളോടൊപ്പമുള്ള ആളാണ്. ഒരു 4 പതിറ്റാണ്ടിലേറെയായി ഡൽഹി പത്രപ്രവർത്തനത്തിന് ഏറ്റവും അധികം അറിയപ്പെട്ടിരുന്ന ഒരു ആളാണ് അദ്ദേഹം. ഇപ്പോഴും നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക സാഹിത്യങ്ങളിലൊക്കെ നിലനിൽക്കുന്ന വ്യക്തിത്വമാണ്. UNI ചീഫ് ബ്യൂറോ ആയിട്ട് കൊളംബോയിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ദേശീയ അന്തർദേശീയ വാർത്തകൾ ഒരുപാട് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 6ഓളം പ്രധാനമന്ത്രിമാരോടൊപ്പം അവരുടെ മീഡിയ ടീമിന്റെ ചീഫായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മികച്ച രീതിയിൽ അറിയപ്പെടുന്ന എല്ലാവരും പത്രപ്രവർത്തന രംഗത്ത് പ്രത്യേകിച്ചും ഏറെ ആദരിക്കപ്പെടുന്ന ശ്രീ മോഹൻദാസ് സാറിനെ ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യും. അതുപോലെ നമ്മുടെ ഇന്ന് ഇവിടെ നന്ദി പറയാൻ എത്തിയിരിക്കുന്ന ശ്രീ സൈമൺ മേലുക്കാരൻ അവർകളാണ്. അദ്ദേഹം 1982 മുതൽ കേച്ചേരിയിൽ ഒരു വൈരക്കൽ ഒരു പോളിഷിംഗ് കമ്പനി തുടങ്ങിയിട്ടാണ് അദ്ദേഹം തന്റെ മികച്ച പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം അതിൻ്റെതായിട്ടുള്ള ഒരു സംഘടനാ നേതൃത്വമൊക്കെ ഏറ്റെടുത്ത് അദ്ദേഹം സംഘടനാ പാഠം തെളിയിച്ചുകൊണ്ട് പിന്നീട് അങ്ങോട്ട് ഏതാണ്ട് അസംഖ്യം പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഇപ്പോഴും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം വിയു വിദ്യാസഹായ മാതാവ് ദേവാലയത്തിന്റെ കൈക്കാരനായിരുന്നു. അതുപോലെ സെന്റ് വിൻസെന്റ് ഡി പോൾ സ്മാരക പ്രസിഡന്റ്, അത് നേത്രദാന ആ ഒരു പരിപാടിയുടെയൊക്കെ കൺവീനർ, ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന ഒരു അപൂർവ വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ. വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ വിയൂർ നിത്യസഹായ മാതാവിന്റെ ആ ദേവാലയത്തിന്റെ ഇടവകയുടെ ചരിത്രം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭൂപടം വരയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ യാത്ര ചെയ്യാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹത്തെ പറ്റി എടുത്തു പറയാനുള്ള ഒരു കാര്യം, മധ്യപ്രദേശിലെ വിവിധ ജില്ലകളിലെ ജനങ്ങളെ കുറിച്ച് അറിയുവാനും അവരുടെ ജീവിത രീതികൾ, അവരുടെ സാംസ്കാരിക തലം, അല്ലെ അവരുടെ അവരുടെ ദർശനങ്ങളെ പറ്റിയൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം മധ്യപ്രദേശിലെ വിവിധ ജില്ലകളിലെ പോവുകയും അവിടെ അദ്ദേഹം താമസിച്ച് പഠിച്ച് മാസങ്ങളോളം അവരോടൊപ്പം ആദിവാസികളായിട്ടും അങ്ങനെയൊക്കെയുള്ള ഗ്രാമവാസികളോടൊപ്പം അദ്ദേഹം താമസിച്ച് പഠിച്ച് അവരെ പറ്റി എല്ലാം മനസ്സിലാക്കി അങ്ങനെ ഒരു പുസ്തകവും ഒക്കെ അദ്ദേഹം എഴുതുകയുണ്ടായി. അങ്ങനെ വളരെയധികം പ്രതിഭാശാലിയായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ സൈമൺ മേലുക്കാരനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന വിശിഷ്ട സദസ്സ്, ആ സദസ്സിലെ ഓരോ വ്യക്തികളെയും ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർമ്മയുടെ അവസാനിപ്പിക്കുന്നു. നന്ദി.